കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും കൃഷ്ണപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും ആയുർവേദ ക്യാമ്പും നടത്തി. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും കൃഷ്ണപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്തമായി ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആയുർവേദ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂരേത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ NSS എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ്. NSS എന്റെ കുടുംബ സ്കൂളാണ് വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ വിശ്വഭാരതിയിൽ തന്നെ NSSലെ ഒരു ടീം കഴിഞ്ഞ വർഷം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് വീടില്ല. അവരൊരു വീട് 8 ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചു കൊടുത്തത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തല്ലോ സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ സമീപിച്ചുകൊണ്ട് ഞാനൊക്കെ ഉൾപ്പെടെ ആൾക്കാരെ പലരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്ക് വളരെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു വിഷയമല്ല. നിങ്ങളോടൊക്കെ ചേരാൻ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളൊരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനുള്ള ഒരു പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സമൂഹമായിട്ട് പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ്. സമൂഹത്തിൽ വരുന്ന ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ കാലഘട്ടത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ ഈ നവരാസലഹരികളുടെ ഒരു പ്രളയമാണ് എല്ലാ ഭാഗത്തും, കൃഷ്ണപരമായാലും കാപ്പിലായാലും എല്ലാ ഭാഗത്തും ഉണ്ട്. അതിന് NSSനൊക്കെ അതിന് ധാരാളം പത്ത് വഹിക്കാനുണ്ട്. ഏതായാലും നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ സനിത നമ്മുടെ ഗോൾഡ് മെഡലിസ്റ്റാണ്. BAMSന് ഗോൾഡ് മെഡലിസ്റ്റാണ്, 1ാം റാങ്കാരാണ് BAMSന്. അതേപോലെ MDക്കായാലും 3ാം റാങ്കാര്. അപ്പം ഇവിടെ ചികിത്സയ്ക്കൊന്നും യാതൊരു കുഴപ്പവും വരുന്നില്ല. നമുക്ക് ആവശ്യം പോലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിവിടെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. നമുക്കിന്ന് ക്യാമ്പാണ്, അത് വളരെ കുറച്ച് സമയമുണ്ട്. 1 മണി വരെയുള്ള ക്യാമ്പ്. അപ്പോൾ പരമാവധി ആൾക്കാരെ ഇതിൽ വരുത്തി ഈ ക്യാമ്പ് ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞു. PTA പ്രസിഡന്റ് ഷീനയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ THS സൂപ്രണ്ട് സാജു സ്വാഗതം പറഞ്ഞു. ആയുർവേദ ആഹാര ജീവിത രീതികളും നൂതന ആശയങ്ങളും എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിത V. ശങ്കർ ക്ലാസ് എടുത്തു. വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായിട്ട് ആഘോഷിച്ച് ഒരു സന്തോഷവും അറിയിക്കുന്നു. നമ്മുടെ 2016 തൊട്ടാണ് ദേശീയ ആയുർവേദ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ആചരിച്ചു വരുന്നത്. അത് ധന്വന്തരി മൂർത്തി എന്ന് പറയും. ഗോഡ് ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ധന്വന്തരി മൂർത്തി അറിയാമോ? ധന്വന്തരി എന്ന് പറഞ്ഞിട്ടൊരു ദൈവം, വിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പം ധന്വന്തരി മൂർത്തിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ദേശീയ ആയുർവേദ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ ബർത്ത്ഡേ നമ്മൾ നാളെ നോക്കി മാറില്ല, അതേപോലെ ധന്വന്തരി മൂർത്തിയുടെ ബർത്ത്ഡേ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് ഈ വർഷം തൊട്ട് സെപ്റ്റംബർ 23 ദിവസം ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ദേശീയ ആയുർവേദ ദിനമാണ്. അപ്പോൾ ഈ ഒരു ആഴ്ചക്കാലം എല്ലാ ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടന്നു വരുന്നുണ്ട്. സെപ്റ്റംബർ 23 തന്നെ മുഖ്യമന്ത്രിയും മന്ത്രി വീണ ജോർജും കുറച്ച് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ആരോഗ്യ നൗക എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ പോയിട്ട് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വരെ ആൾക്കാർക്ക് മെഡിസിൻ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആലപ്പുഴയിൽ. VHSC പ്രിൻസിപ്പൽ വിനോദ് കുമാർ, സഹകരണ ബാങ്ക് A420 പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരം, റെജിമോൻ, ഷീജ മോൾ, ഷംനാദ്, മൈക്കിൾ കൊളിൻസ്, ഷൈല R, റാസി, നിസ എന്നിവർ ആശംസകൾ നേർന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കോർഡിനേറ്റർ നമ്മുടെ ഡോക്ടർ തിരുവനന്തപുരത്തൊന്ന് ആലോചിച്ചോണം, രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരിക്കും. അപ്പം നമ്മളെ ഇന്നത്തെ ദിവസം അറിയാമോ? ഇന്ന് ലോക ടൂറിസം ഡേ ആണ്, സെപ്റ്റംബർ 20. അതുപോലെ ഈ സെപ്റ്റംബർ 23 തീയതി നമ്മുടെ ആയുർവേദ ദിനമായിരുന്നു. 23 അതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറിയിലും ഉണ്ട്, ഹോസ്പിറ്റലിലും ഉണ്ട്. പഞ്ചകർമ്മ ഡോക്ടർമാർ നമ്മുടെ ഈ വിഷയത്തിൽ തന്നെ 2 പഞ്ചകർമ്മ ഡോക്ടർമാരുണ്ട്. പഞ്ചകർമ്മയുടെ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന 2 പേർ. അപ്പൊ നമ്മള് ഈ ആയുർവേദത്തെ നമ്മളെല്ലാവരും നമ്മുടെ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല. എന്താണെന്ന് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കും, കുഴിമന്തി അതും ഇതെല്ലാം കഴിക്കും, മൈനസ് ഒക്കെ കഴിക്കുന്നില്ലേ? പക്ഷെ അതൊക്കെ ഇത് ഭയങ്കര ദോഷമാണ്. കാര്യം എന്താണെന്നറിയോ? മൈനസ് ഉണ്ടാക്കി 1 മണിക്കൂർ 2 മണിക്കൂർ മുട്ടയുടെ വെള്ളക്കരുവാണ്. ക്യാമ്പിലെത്തിയ നിരവധി രോഗികൾക്ക് തൈലങ്ങൾ, കഷായം, അരഷ്ടം, മറ്റ് ആയുർവേദ മരുന്നുകളും വിതരണം ചെയ്തു. CDNet ന്യൂസ്, കൃഷ്ണപുരം.